മലപ്പുറം ജില്ലയിലെ തിരൂർ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. നേരത്തെ വലിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അത് ചർച്ചയായിരുന്നു. പിന്നീട് ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാകുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള PK ഫിറോസ് KT ജലീലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആദ്യഘട്ടത്തിൽ രംഗത്ത് വരുന്നു. ഭൂമി ഇടപാടിൽ കമ്മീഷൻ ഉൾപ്പെടെ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു ഫിറോസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിന് തൊട്ട് പിന്നാലെ മലപ്പുറത്തെ DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദീഖ് പന്താപൂരാണ് KT ജലീലിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ മലയാളം സർവകലാശാലയുടെ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് അങ്ങയുടെ ആരോപണം? ഞങ്ങൾ നേരത്തെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. മലയാള സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളത്, ഏറ്റെടുക്കുന്ന ഭൂമി ആ കാര്യത്തിന് ഉപയോഗപ്രദമല്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വാദം. സർക്കാർ കണ്ടെത്തിയ ഭൂമി പൂർണ്ണമായും പാരിസ്ഥിതികാഘാത ദുർബല പ്രദേശത്ത് കണ്ടൽക്കാടുകളും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും അടങ്ങിയ ഒരു ഭൂമിയാണ്. ആ ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്താൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്, ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയായിരുന്നു. പ്രദേശത്ത് നിലനിൽക്കുന്ന വിലയേക്കാൾ എത്രയോ മോഹവില നൽകിക്കൊണ്ടാണ് സർക്കാർ ഈ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ആ താല്പര്യം എന്ന് പറയുന്നത് ഉടമകൾ CPM സഹയാത്രികരാണ്, അല്ലെങ്കിൽ CPMുമായി ബന്ധപ്പെട്ടവരാണ്. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞ 5 വർഷമായി അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടും ഭൂമി അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് സർവകലാശാലയ്ക്ക് കെട്ടിടം പണിയാൻ ഏറ്റെടുത്ത സ്ഥലത്ത് സാധ്യമാകുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യം ഭൂമി ആ വസ്തുവിന് ആ കാര്യത്തിന് അനുയോജ്യമല്ല എന്നുള്ള പ്രതിഷേധക്കാരുടെ വാദം കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ ഖജനാവിലെ പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ, ഉടമകൾക്ക് പണം നൽകി എന്നല്ലാതെ സർവകലാശാലയുടെ കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ്, ഈ വാസ്തവമായ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്, സർക്കാർ ഇപ്പോൾ മറ്റൊരു ഭൂമി അന്വേഷിച്ച് നടക്കുന്ന സുവിശേഷം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ 29/4/2025 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സർവകലാശാലയുടെയും യോഗം ചേർന്നുകൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിൻ്റെ ഭൂമിയിൽ നിന്ന് 5 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നീക്കം നടത്തിയതാണ്. നമ്മുടെ എല്ലാം കൂടി ഇടപെടൽ മൂലം ആ നീക്കം അവസാനിപ്പിച്ചാണ്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്ര വലിയ ഭൂമി ഉണ്ടായിരിക്കെ, ഇതിനെല്ലാം സാധ്യമായ അനുമതി എല്ലാം ഉണ്ട് എന്ന് ജലീൽ തന്നെ പറയുന്ന ഭൂമി ഉണ്ടായിരിക്കെ അതിൽ കെട്ടിടം പണിയുന്നിടത്ത് സർക്കാരിനോട് തടസ്സം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം. മാങ്ങാട്ടിരി പാലത്തിനോട് ചേർന്ന ഭാഗത്തെ 17 ഏക്കറോളം ഭൂമി സർക്കാർ വാങ്ങിയതിന് പിന്നിൽ KT ജലീലിന്റെ എന്ത് തരത്തിലുള്ള പങ്ക് ഉണ്ട് എന്നുള്ളതാണ് അങ്ങ് ആരോപിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് വിലയിലുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് വലിയ ആശങ്ക പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകരൊക്കെ നിങ്ങൾ ആ പ്രദേശത്ത് ഓരോ ഭൂമിയുടെയും വിലയെക്കുറിച്ച് പഠിച്ചതാണ്. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന വിലയേക്കാൾ 10 ഇരട്ടി അധിക വിലക്കാണ് സർക്കാർ ഈ ഭൂമി വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി വാങ്ങുന്നതിലെ താല്പര്യം സാമ്പത്തിക താല്പര്യമാണ്. ആ സാമ്പത്തിക താല്പര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന് അനുവാദം കൊടുത്ത്, അതിന് അനുമതി കൊടുത്ത്, അദ്ദേഹം അതിൻ്റെ ചുമതലക്കാരനായ സമയത്ത് അതിലേക്കുള്ള തുക നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റേത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ താല്പര്യവും സാമ്പത്തിക താല്പര്യവും ഈ ഭൂ ഉടമകളെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമി വാങ്ങിയത്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, ഭൂമി വാങ്ങിയത് ആരുടെ കാലത്താണ്? വില നിർണ്ണയിച്ചതും ആരുടെ കാലത്താണ്? മലയാളം സർവകലാശാല സ്ഥാപിതമായതും കൊണ്ടുവന്നത് UDF സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ്. 2011 നവംബർ 1 കേരള പിറവി ദിനത്തിൽ ഗവൺമെൻറ്റിൻ്റെ 100 ദിന പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ആ പദ്ധതിയുടെ ഭാഗമായി മലയാളത്തിന് സർവകലാശാല അനുവദിച്ചപ്പോൾ ആ സർവകലാശാല അനുവദിച്ച് അതിന് സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകുന്നതുവരെ താൽക്കാലിക കെട്ടിടത്തിൽ 18ഓളം കോഴ്സുകളോട് ആളുകൂടി ആരംഭിച്ചപ്പോൾ സർവകലാശാലക്ക് അനുയോജ്യമായ ഭൂമിയിലേക്ക് മാറണമെന്നുള്ളതും സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പല നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ ഗൗരവപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഏറ്റെടുക്കാൻ ആദവനാട് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് തീരുമാനിച്ച ഭൂമികളിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോവുകയാണ്. പിന്നീട് സർക്കാരിൻ്റെ മുമ്പിൽ വന്ന ഭൂമി എന്ന് പറയുന്നത് അനുയോജ്യമായ ഭൂമികളുടെ കൂട്ടത്തിലുള്ള ഒരു ഭൂമിയുടെ പ്രപ്പോസൽ മാത്രമാണ് ഈ വട്ടം വില്ലേജ്. അതോടൊപ്പം തന്നെ സർക്കാരിലേക്ക് അപേക്ഷ നൽകിയവരുടെ കൂട്ടത്തിലുള്ള ഭൂമികൾ, ബെഞ്ചുമാർക്ക് ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള ഭൂമികൾ ഉണ്ടായിരുന്നു. ആ പ്രപ്പോസൽ കലക്ടർ ഗവൺമെൻറ്റിലേക്ക് നൽകി എന്നല്ലാതെ UDF കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിനുശേഷം മാർച്ച് 1 കേരളത്തിൽ 2016 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം പിന്നീട് വന്ന സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കി പ്രപ്പോസലായി സർക്കാരിലേക്ക് വന്ന എല്ലാ ഭൂമികളെയും നിരാകരിച്ച് ഈ ഭൂമിയാണ് അതിന് ഏറ്റവും അനുയോജ്യമാണ് എന്ന് പറഞ്ഞ് ഈ ഭൂമി ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ UDF സർക്കാരിനോ അബ്ദുൾ റബ്ബിനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ സ്ഥലം MLAക്കോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഡിസിഷൻ എടുത്തത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. രേഖകൾ പറയുന്നതാണ്. സർവകലാശാല എന്ന് പറയുന്നത് 3.5 കോടി മലയാളികളുടെ സ്വപ്നമാണ്. ഭാഷയ്ക്ക് സ്വന്തമായ ഒരു സർവകലാശാല ഉണ്ടായി എന്ന് പറയുന്ന ഏറ്റവും സ്വപ്നകരമായ, ഏറ്റവും മലയാളിയുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ
പരിണതപ്രജ്ഞരായ നമ്മുടെ സാമൂഹിക സാഹിത്യ മേഖലയിലെ പ്രതിഭകളുടെയൊക്കെ ആഗ്രഹമായിരുന്നു അവർക്കൊരു സർവകലാശാല ഉണ്ടാകണമെന്നുള്ളത്. ആ സർവകലാശാല ആവശ്യം ഉന്നയിച്ച് ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ONV ഉൾപ്പെടെയുള്ള സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ കാര്യത്തിൽ വലിയ മുറവിളി കൂട്ടിയിട്ടുണ്ട്. അവരുടെ ആഗ്രഹമൊക്കെ സഫലീകരിക്കപ്പെട്ട ഭൂമി ഒരു കച്ചവട താല്പര്യത്തിന് മാത്രം ഈ സർക്കാർ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തോടടുക്കാൻ പോകുന്നു, 9 വർഷത്തിലധികമായി ശിലാസ്ഥാപനം നിർവഹിച്ച സ്ഥലത്ത് പോലും ഒരു കോൺക്രീറ്റ് പോലും ഇടാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ അതിൽ നിന്ന് ചെലവഴിച്ച പണം ഞങ്ങൾ ഉയർത്തിയ അതേ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും ചെലവായ തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി ചെലവായ തുക സർക്കാർ തിരിച്ചുപിടിക്കാൻ പാകത്തുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് സിദ്ദീഖ് പന്താവൂർ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.